ഇനി സ്പോർട്സ് ഇൻ ഷോർട്സ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായി പ്രഖ്യാപിച്ചു. സ്കോട്ട്ലൻഡ് നഗരമായ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിലാണ് തീരുമാനം. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയാകുന്നത് രണ്ടാം തവണ. 2010 ഡൽഹി വേദിയായി. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി അറിയപ്പെടുന്ന അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഗെയിംസ് നടക്കുക. 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഗെയിംസിന്റെ അടുത്ത വേദി 2026 ഗ്ലാസ്ഗോയിലാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗ്ലാസ്ഗോയിലെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തത്. ജമ്മു കശ്മീരിൽ നടന്ന 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസ് അണ്ടർ 19 തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടി കേരളത്തിന്റെ അണ്ടർ 19 ഗേൾസ് തായ്ക്കൊണ്ടോ ടീം. 2 സ്വർണവും 1 വെങ്കല മെഡലും നേടിയാണ് കേരളം സെക്കൻഡ് റണ്ണർ-അപ്പ് ആയത്. 49 കിലോഗ്രാം വിഭാഗത്തിൽ ശിവമുഗല്യ D കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ക്യൂറോഗിയിൽ ജനനി ആറം മറ്റൊരു സ്വർണം സ്വന്തമാക്കി. അവന്തിക വിയുടെ വെങ്കല മെഡൽ നേട്ടം കൂടിയായപ്പോൾ കേരളത്തിന് 3ാം സ്ഥാനം സുനിശ്ചിതമായി. 2025 FIH ജൂനിയർ ഹോക്കി പുരുഷ ലോകകപ്പിൽ പങ്കെടുക്കാനെത്തിയ ഈജിപ്ഷ്യൻ ഹോക്കി ടീമിന് തിരുവനന്തപുരത്ത് വരവേൽപ്പ് നൽകി കേരള ഹോക്കി. കേരള ഹോക്കിയുടെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും പ്രസിഡന്റ് V സുനിൽകുമാറും കേരള ഹോക്കി സെക്രട്ടറി CT സോജിയും ഉൾപ്പെടെയുള്ളവരാണ് ടീമിന് വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയത്. ലോക റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്തുള്ള ടീം ബെൽജിയം, സ്പെയിൻ, നമീബിയ എന്നിവർക്കൊപ്പം പൂൾ ഡിയിലാണ് കളത്തിലിറങ്ങുക. ലോകമെമ്പാടുമുള്ള 24 ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ ഡിസംബർ 10 വരെ തമിഴ്നാട്ടിലെ ചെന്നൈയിലും മധുരയിലുമായാണ് നടക്കുക. നവംബർ 28 മധുരയിൽ സ്പെയിനിനെതിരെയും തുടർന്ന് നവംബർ 30 നമീബിയക്കെതിരെയും ഡിസംബർ 2 ബെൽജിയത്തിനെതിരെയുമാണ് ഈജിപ്തിന്റെ കളികൾ. 8ാമത് ദേശീയ കേഡറ്റ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2 മെഡൽ. ക്യൂറോഗിയിൽ കേരളത്തിനായി അതിഥി മനു കെ സ്വർണ്ണ മെഡൽ നേടി. 41 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടി വൈദേഹി JM ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ ആർഷ SS വെള്ളി മെഡൽ. പെൺകുട്ടികളുടെ 69 കിലോഗ്രാം വിഭാഗത്തിലാണ് ആർഷയുടെ വെള്ളി നേട്ടം. സ്നാച്ചിൽ 84 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 109 കിലോയും ഉൾപ്പെടെ ആകെ 193 പോയിന്റ് നേടിയാണ് ആർഷ മെഡൽ നേടിയത്. തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിയായ ആർഷ മാരുതി ജിമ്മിലാണ് പരിശീലനം നടത്തുന്നത്. രാഹുൽ CJ ആണ് പരിശീലകൻ. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ആർഷ സംസ്ഥാന യൂണിവേഴ്സിറ്റി തലങ്ങളിലെ സ്വർണ്ണ നേട്ടക്കാരി കൂടിയാണ്. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന 69ാമത് SGFI ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരളത്തിന്റെ ആര്യൻ പാലിന് വെങ്കലം. 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ 55 കിലോഗ്രാം വിഭാഗത്തിലാണ് ആര്യന്റെ വെങ്കല നേട്ടം. കേരള തായ്ക്കൊണ്ടോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 27ാമത് കേരള സംസ്ഥാന സീനിയർ ക്യൂറോഗി പുംസെ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് 2025 ഡിസംബർ 5-6 തീയതികളിൽ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.